മലായ് മുന്നേ ഞാനൊരു കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അന്ന് അറിയാതെ ഇതിൻ്റെ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. ഇടണമെന്ന് ചോദിച്ചപ്പോൾ ഇട്ട് തന്നോളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നപ്പോൾ ഞാൻ ഇതിൻ്റെ രുചി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഷോപ്പിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു ടീം ഈ ഒരു സംഭവം മലായ് എന്ന് പറയുന്ന ഈ ഒരു വിഭവം, ഇവിടെ ഇതിന് മലായ് എന്നാണ് പറയുക, ഈ ഒരു സാധനം കൂട്ടിയിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കും ഇതിലുള്ള ഈ ഒരു കൗതുകം പരിചയപ്പെടുത്താമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ മുൻഭാഗത്തേക്കിട്ട് വന്നിട്ട് ഇവരോട് ഓർഡർ ചെയ്യാണ് ഒരു ഗ്ലാസ് മലായും ഒരു ചായയും. മലായി എന്ന് പറയുന്നത് പാലിൽ വരുന്ന പാടയാണ്. അത് മിക്കവാറും നമ്മൾ ഒഴിവാക്കാറായിരുന്നു പതിവ്. ഇനി ഈ ഒരു സംഭവം കിട്ടുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ, ഒരു നഷ്ടം വരില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഇവിടെ പാല് തിളപ്പിക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ആണ് തിളപ്പിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു പഞ്ചസാരയുടെ രുചിയും കൂടിയും ഇടകലർന്ന് കിട്ടുമ്പോഴുള്ള ഒരു ടേസ്റ്റ് അത് വേറെ ലെവലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ഇതുപോലത്തെ ടേബിളുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ടേബിളുകൾ സിമെൻറ്റിൽ നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടങ്ങളിലൊക്കെ തന്നെ വീടിനോട് ചാരിയിട്ടാണ് കടകൾ കാണാൻ സാധിക്കുന്നത്. ടൗണുകളിലാണെങ്കിലും ഇതേ സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രാമങ്ങൾ ഇങ്ങനെ ചെറുതായി ടൗണിലേക്ക് വന്ന ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ ടൗണിലേക്ക് അപ്ഡേറ്റ് ആയ കാഴ്ച വ്യക്തമായിട്ട് ഇവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സാധനം ഉണ്ടല്ലോ, ഇത് നമ്മളെ പാലില്ലേ, പാലിൻ്റെ അടയാണ്. അതായത് ഇവിടെ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് തിളപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഈ അടക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. പുള്ളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ടേസ്റ്റ്, അതായത് നമ്മൾ പായസമൊക്കെ കുടിക്കൂലേ, ആ ഒരു ഫീലിങ്സൊക്കെയാണ് വരുന്നത്. ഇന്ന് എന്ത് ഫീലിങ്സാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഈ ചായയിൽ മിക്സ് ആക്കിയിട്ട് തരാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും. പക്ഷെ എത്രത്തോളം അതിലും ടേസ്റ്റാണ് ഈ ഒരു കപ്പിൽ ഇത് മാത്രം കിട്ടുമ്പോൾ എന്നുള്ളതാണ്. നമ്മളൊക്കെ ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ മാത്രമല്ല, നമ്മളൊക്കെ ഈ സാധനം ഒഴിവാക്കാറാണ് കൂടുതൽ കാണൽ. ഞാൻ ഒരുപാട് വർഷങ്ങൾ കടയിൽ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യും, ഇത് ഊറ്റിക്കാണ്ട് ഒഴിവാക്കലായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളും നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കുടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഇവിടെ ഇങ്ങനെ വന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ആൾക്കാർ ഇങ്ങനെ വന്ന് ഓല് ഈ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഈ ബിസ്ക്കറ്റും കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് അത് ട്രൈ ചെയ്യാന്നുള്ള രീതിക്ക് പോയിട്ട് ഇത് മേടിച്ചതാണ്. ഒരു ബിസ്ക്കറ്റ് എടുക്കുക, ഇതുപോലെ ഈ ഒരു മലായി എന്ന് പറഞ്ഞ ഈ സാധനം മിക്സ് ആക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നതും കാണിക്കുന്നതും കഴിക്കുന്നതും ആദ്യമായിട്ടാണ് ഈ സിസ്റ്റം. ഇവർ കഴിക്കണ ഞാൻ കണ്ട്. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇവർക്കൊരു കൗതുകം. അങ്ങനെ നമ്മളെ ചാനൽ കാര്യങ്ങളൊക്കെ നോക്കി കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് കാര്യങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം ഇൻട്രസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയി. ഇവരൊക്കെ ഇങ്ങനെ ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്. പല വീടുകളിലും മുന്നിലും ഇതുപോലത്തെ ചെറിയ പെട്ടിപ്പീടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചായക്കച്ചവടം ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ബാക്കിലേക്ക് ഇങ്ങോട്ട് ഒഴിഞ്ഞിരിക്കാനുള്ള സ്പേസസും ഉണ്ടാവും. ഇവിടുന്ന് നമുക്ക് എത്ര ടൈം ഇരുന്നാലും ഇവർക്കൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും എന്തെങ്കിലും മീറ്റപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാൻ ഗെയിം കളിച്ചിരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ സ്പോട്ടുകളാണ് തിരഞ്ഞെടുക്കാറ്. ഇതൊരു ബിസിനസ് ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ കുറച്ച് ടീം ഡെയിലി വരികയാണെങ്കിൽ ആ ഒരു വാടകയോ അല്ലെങ്കിൽ ആ ഒരു ഏണിങ്സ് അറിയാതെ കിട്ടുമല്ലോ, ബാക്കിയുള്ള കച്ചവടങ്ങൾ വേറെയും നടക്കും.